യൂറിനറി ഇൻഫെക്ഷൻ പരിഹരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ മൂത്രാശയ അണുബാധ ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. വൃക്ക, മൂത്രനാളി, മൂത്രസഞ്ചി എന്നിവ ഉൾപ്പെടെയുള്ള മൂത്രനാളിയിലെ ഏതെങ്കിലും ഭാഗത്തെ ബാധിക്കുന്ന അണുബാധയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ UTI. മൂത്രനാളിയിലെ അണുബാധ പരമ്പരാഗതമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചികിത്സയെങ്കിലും അവയെ ചികിത്സിക്കുന്നതിനും വീണ്ടും ഉണ്ടാകുന്നത് തടയുന്നതിനും സഹായിക്കുന്ന നിരവധി വീട്ടുവൈദ്യങ്ങളും ഒറ്റമൂലികളും ലഭ്യമാണ്. കുടലിൽ നിന്നുള്ള ബാക്ടീരിയകളാണ് UTIയുടെ ഏറ്റവും സാധാരണ കാരണം. എന്നാൽ ഫംഗസ്, വൈറസ് എന്നിവയും അണുബാധയ്ക്ക് കാരണമാകും. ഇത് കൂടാതെ ശരീരത്തിൽ ജലാംശം കുറയുന്നതും UTI ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്. UTIയുടെ സാധാരണ ലക്ഷണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. മൂത്രമൊഴിക്കുമ്പോൾ പൊള്ളുന്ന പോലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുക, പതിവായി മൂത്രമൊഴിക്കുക, തെളിഞ്ഞതോ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലോ ഉള്ളതോ ആയിട്ടുള്ള മൂത്രം, രൂക്ഷമായ ദുർഗന്ധമുള്ള മൂത്രം, ബ്ലാഡർ പൂർണ്ണമായും ശൂന്യമാക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നൽ, പെൽവിക് പ്രദേശത്ത് വേദന. മൂത്രനാളിയിലെ അണുബാധ ആരെയും ബാധിക്കാമെങ്കിലും സ്ത്രീകൾക്കാണ് ഈ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. കാരണം മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രം പുറന്തള്ളുന്ന ട്യൂബായ യുറേത്രയ്ക്ക് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ നീളം കുറവാണ്. ഇത് ബാക്ടീരിയകൾക്ക് എളുപ്പത്തിൽ അകത്ത് പ്രവേശിച്ച് മൂത്രസഞ്ചിയിൽ എത്തുന്നത് എളുപ്പമാക്കുന്നു. വാസ്തവത്തിൽ പകുതിയോളം സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അണുബാധ മൂലമുള്ള പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. UTI ചികിത്സിക്കാൻ ആന്റിബയോട്ടിക്കുകളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ചില കേസുകളിൽ ഈ അണുബാധ വീണ്ടും വരുന്നത് തടയുവാനായി കുറഞ്ഞ അളവിൽ ആന്റിബയോട്ടിക്കുകൾ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുന്നു. അണുബാധകളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനും ആവർത്തന സാധ്യത കുറയ്ക്കുന്നതിനും നിരവധി പ്രകൃതിദത്ത മാർഗങ്ങളുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ മൂത്രനാളിയിലെ അണുബാധയോട് പോരാടുന്നതിനുള്ള മികച്ച 6 ഒറ്റമൂലികൾ എന്തെന്ന് നോക്കാം. ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക. ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് മൂത്രനാളിയിലെ അണുബാധയുടെ അപകട സാധ്യതയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം പതിവായി മൂത്രമൊഴിക്കുന്നത് അണുബാധ തടയുന്നതിന് മൂത്രനാളിയിൽ നിന്ന് ബാക്ടീരിയകളെ പുറന്തള്ളാനും സഹായിക്കും. ദീർഘനാളായി മൂത്രനാളിയിലെ അണുബാധയുള്ള ആളുകൾ നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് വ്യക്തമായത് ശരീരത്തിൽ കുറഞ്ഞ മൂത്രത്തിൻ്റെ ഉൽപ്പാദനം UTI വികസിക്കാനുള്ള അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ജലാംശം നിലനിർത്താനും നിങ്ങളുടെ ദ്രാവക ആവശ്യങ്ങൾ നിറവേറ്റാനും ദിവസത്തിൽ പല പ്രാവശ്യമായി ദാഹം തോന്നുമ്പോഴും അല്ലാത്തപ്പോഴും കൃത്യമായ അളവിൽ എല്ലായ്പ്പോഴും വെള്ളം കുടിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ മൂത്രമൊഴിക്കുന്നതിലൂടെ മൂത്രനാളിയിലെ അണുബാധയ്ക്കുള്ള അപകട സാധ്യത കുറയുകയും ഇത് മൂത്രനാളിയിൽ നിന്ന് ബാക്ടീരിയകളെ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. വിറ്റാമിൻ സിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക. വിറ്റാമിൻ സി ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് മൂത്രനാളിയിലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ചില തെളിവുകൾ വ്യക്തമാക്കുന്നു. മൂത്രത്തിൻ്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിലൂടെ വിറ്റാമിൻ സി ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് കരുതപ്പെടുന്നു. അതുവഴി അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ അത് നശിപ്പിക്കും. പഴങ്ങളിലും പച്ചക്കറികളിലും പ്രത്യേകിച്ച് വിറ്റാമിൻ സി കൂടുതലാണ്. ഇത് നിങ്ങളുടെ വിറ്റാമിൻ സി ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗമാണ്. ചുവന്ന ക്യാപ്സിക്കം, ഓറഞ്ച്, മുന്തിരിപ്പഴം, കിവി ഫ്രൂട്ട് എന്നിവ കഴിക്കുന്നത് പൂർണ്ണമായും ശുപാർശ ചെയ്യുന്നു. വിറ്റാമിൻ സി ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് മൂത്രത്തെ കൂടുതൽ അസിഡിറ്റി ആക്കുന്നതിലൂടെ UTIകളുടെ അപകട സാധ്യത കുറയ്ക്കുകയും അണുബാധയ്ക്കുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മധുരമില്ലാത്ത ക്യാൻബെറി ജ്യൂസ് കുടിക്കുക. മധുരമില്ലാത്ത ക്യാൻബെറി ജ്യൂസ് കുടിക്കുന്നത് മൂത്രനാളിയിലെ അണുബാധയ്ക്കുള്ള ഏറ്റവും അറിയപ്പെടുന്ന പ്രകൃതിദത്ത പരിഹാരമാണ്. മൂത്രനാളിയിൽ ബാക്ടീരിയകൾ പറ്റി നിൽക്കുന്നത് തടയുന്നതിലൂടെ ക്യാൻബെറികൾ അതിനെ തുരത്തുവാൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ അണുബാധ തടയുന്നു. വാണിജ്യ ബ്രാൻഡുകളേക്കാൾ വീട്ടിൽ തയ്യാറാക്കുന്ന ശുദ്ധമായ മധുരം ചേർക്കാത്ത ക്യാൻബെറി ജ്യൂസിന് മാത്രമേ ഈ ആനുകൂല്യങ്ങൾ ബാധകമാകൂ എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. ഒരു പ്രോബയോട്ടിക് എടുക്കുക. പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിലൂടെ അനുബന്ധത്തിലൂടെ കഴിക്കുന്ന പ്രയോജനകരമായ സൂക്ഷ്മാണുക്കളാണ്. നിങ്ങളുടെ കുടലിലെ ബാക്ടീരിയകളുടെ ആരോഗ്യകരമായ സന്തുലനാവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും.
പ്രോബയോട്ടിക്സ് അനുബന്ധ രൂപത്തിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ പുളിച്ച ഭക്ഷണങ്ങളായ പുളിച്ച പാലുൽപ്പന്നം, പ്രോബയോട്ടിക് തൈര് എന്നിവയിൽ നിന്ന് ഇവ ലഭിക്കുന്നതാണ്. മെച്ചപ്പെട്ട ദഹന ആരോഗ്യം മുതൽ മെച്ചപ്പെട്ട രോഗപ്രതിരോധ പ്രവർത്തനം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രോബയോട്ടിക്സിന്റെ ഉപയോഗം പ്രധാന പങ്ക് വഹിക്കുന്നു. UTIകൾക്കെതിരായ പ്രതിരോധത്തിന്റെ പ്രധാന മാർഗമായ ആന്റിബയോട്ടിക്കുകൾ കുടൽ ബാക്ടീരിയയുടെ അളവിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. ആന്റിബയോട്ടിക് ചികിത്സയ്ക്ക് ശേഷം കുടൽ ബാക്ടീരിയകളെ പുനഃസ്ഥാപിക്കാൻ പ്രോബയോട്ടിക്സിന് ഗുണം ചെയ്യും. പ്രോബയോട്ടിക്സിന് നല്ല കുടൽ ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കാനാവും. ആന്റിബയോട്ടിക് ഉപയോഗവുമായി ബന്ധപ്പെട്ട പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രോബയോട്ടിക്സ് ഒറ്റയ്ക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതോ മൂത്രത്തിലെ അണുബാധയെ തടയാൻ സഹായിക്കും. ആരോഗ്യകരമായ ഈ ശീലങ്ങൾ പരിശീലിക്കുക. മൂത്രനാളിയിലെ അണുബാധ തടയുന്നത് നല്ല വൃത്തിയുള്ള കുളിമുറിയും നല്ല ശുചിത്വവും ശീലവും പരിശീലിപ്പിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു. ആദ്യം കൂടുതൽ നേരം മൂത്രമൊഴിക്കാതെ പിടിച്ചു വയ്ക്കുന്ന സ്വഭാവം നിർത്തേണ്ടത് പ്രധാനമാണ്. ഇത് ബാക്ടീരിയകൾ വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. അതിലൂടെ ഇത് അണുബാധയ്ക്ക് കാരണമാകുന്നു. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കുന്നത് ബാക്ടീരിയയുടെ വ്യാപനം തടയുന്നതിലൂടെ മൂത്രനാളിയിൽ അണുബാധ ഉണ്ടാവുന്നതിനുള്ള അപകട സാധ്യത കുറയ്ക്കും. കൂടാതെ UTI വരാൻ സാധ്യത ഉള്ളവർ ബീജനാശിനി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇത് മൂത്രനാളിയിലെ അണുബാധയുടെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവസാനമായി, നിങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മുന്നിൽ നിന്ന് പിന്നിലേക്ക് കഴുകുക എന്ന് ഉറപ്പുവരുത്തുക. പുറകിൽ നിന്ന് മുന്നിലേക്ക് കഴുകുന്നത് ബാക്ടീരിയകൾ മൂത്രനാളിയിലേക്ക് വ്യാപിക്കുന്നതിനും UTIകളുടെ അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.